ശ്രീ രാഹുൽ ഈശ്വർ, ഇന്നലെ ശ്രീ സുരേഷ് ഗോപി MP പാലാ പിതാവിനെ കണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതിന് ശേഷം മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞു. ഈ ഭീകരവാദത്തെക്കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ലഹരി ഭീകരതയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇരവാദം ഒഴുക്കുന്നത് ഒരു തരത്തിലൊരു സമൂഹത്തിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുകയല്ലേ ശ്രീ രാഹുൽ ഈശ്വർ? രണ്ടോ മൂന്നോ കാര്യങ്ങൾ. ഒന്ന്, ഇന്നലെ ഞാൻ സൗദി അറേബ്യയുടെ ഔദ്യോഗിക ചാനലായ അൽ അറേബ്യയുടെ ഇംഗ്ലീഷ് കാണുകയായിരുന്നു. വളരെ കൗതുകം എന്ന് പറയട്ടെ, അവർ നാർക്കോ ജിഹാദ് എന്നും ഡ്രഗ് ജിഹാദും എന്ന വാക്ക് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അതായത് സൗദി അറേബ്യ എന്ന് പറയുന്ന പരിശുദ്ധ മക്കയും മദീനയുള്ള സ്ഥലത്തെ ഗവൺമെന്റ് ഫണ്ട് ചെയ്യുന്ന ഔദ്യോഗിക ചാനൽ പോലും നാർക്കോ ജിഹാദ് അടക്കമുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതൊരു പ്രശ്നമുണ്ട്. പക്ഷെ ഞാൻ ആ വാക്ക് ഉപയോഗിക്കാറില്ല. കാര്യം നമ്മുടെ സമൂഹത്തിന്റെ പരിസ്ഥിതിയിൽ അതൊരു പക്ഷേ സംഘർഷങ്ങൾ ഉണ്ടാക്കാം. പക്ഷേ ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ട് എന്നുള്ളത് സത്യമല്ലേ? ഗവൺമെന്റിന്റെ കണക്കുകൾ നോക്കൂ, നമ്മുടെ ആരുടെയും നോക്കണ്ട. കേരളത്തിലാണ് പഞ്ചാബ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അറസ്റ്റുകൾ രേഖപ്പെടുത്തിയത്. 6680 ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഏകദേശം 7000-ഓളം അറസ്റ്റുകൾ. നമ്മുടെ തൊട്ടടുത്ത തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഒക്കെ 300-150 കേസുകളാണുള്ളത്. അപ്പൊ നമ്മുടെ കേരളത്തിൽ എന്തോ പ്രശ്നമില്ലേ? ഇത് ആരെങ്കിലും പറയുകയാണെങ്കിൽ അദ്ദേഹത്തെ കൊന്നില്ല നടക്കുന്നതിന് എന്താ അർത്ഥം? പാലാ പിതാവ് അദ്ദേഹത്തിന്റെ ഒരു ആശങ്ക പങ്കുവച്ചു. സമൂഹത്തിൽ ഈ വിഷയം ചർച്ചയായി, ഈ വിഷയം കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടു. അപ്പൊ അദ്ദേഹത്തെ പോലെ വളരെ മുതിർന്ന സർവാദരണീയനായ ഒരു മനുഷ്യൻ ഒരു നിലപാട് വെക്കുമ്പോൾ അദ്ദേഹത്തെ വളരെ മോശമായ രീതിയിൽ ആക്രമിക്കുന്ന പലരെയും നമുക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണാൻ കഴിയും. അപ്പൊ ഇത് ഈ ഷൂട്ട് ദ മെസ്സഞ്ചർ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അതിന്റെ ആവശ്യമില്ല. അപ്പൊ അദ്ദേഹം ഒരു നിലപാട് വെച്ചു. ആ നിലപാടിനെ നമുക്ക് വ്യത്യസ്ത രീതിയിൽ പ്രസന്റ് ചെയ്യാം, വാക്കുകൾ ഉപയോഗിക്കാം. എന്നാൽ ആ നിലപാടിന്റെ പിന്നിലുള്ള സത്യത്തെ തുറന്നു കാണിക്കുകയും അതിനെ നമ്മൾ ഒരുമിച്ച് നേരിടുകയും അതിന് മുസ്ലിം സഹോദരങ്ങളുടെയും മുസ്ലിം സമൂഹത്തിലെ ആൾക്കാരുടെയും കൂടി സപ്പോർട്ട് വേണം. ഇന്നലെ PC ജോർജ് സാറിന്റെ ഞാൻ പ്രസ് മീറ്റ് കാണുക. അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട് അതിൽ. അതായത് നമ്മുടെ നാട്ടിൽ താലിബാൻ അനുഭാവികളോ മറ്റോ ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ മുഖ്യധാര പ്രമുഖ നേതാക്കളും മറ്റും അടക്കം, അല്ലെങ്കിൽ ആദരണീയരായ തങ്ങന്മാരടക്കം ഇതിനെ എതിർത്ത് ശക്തമായി മുമ്പോട്ട് വരുമ്പോഴാണ് നമുക്ക് സാമൂഹിക ഐക്യം ഉണ്ടാകുന്നത്. അതുകൊണ്ട് പരസ്പര വിദ്വേഷമോ വിയോജിപ്പോ ഉണ്ടാക്കാതെ ലെറ്റ് us മീറ്റ് ആർഗ്യുമെന്റ് വിത്ത് ആൻ ആർഗ്യുമെന്റ്. വാദത്തെ വാദം കൊണ്ട്, വസ്തുതയെ വസ്തുത കൊണ്ട്, വിചാരത്തെ വിചാരം കൊണ്ട് എതിർക്കുകയോ അനുകൂലിക്കുകയോ ചെയ്ത് മുമ്പോട്ട് പോകാം. കണ്ണട ചിരിട്ടാക്കാതെ, ഒന്നും കാർപ്പറ്റിന്റെ അടിയിൽ എടുത്തിടാതെ, വിദ്വേഷം ഉണ്ടാക്കാതെ ഈ വസ്തുത കാര്യം ഒറ്റ വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഞാൻ പലപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്ത് തത്വവും പറഞ്ഞാലും നിമിഷ ഫാത്തിമയുടെയും സോണിയ സെബാസ്റ്റിന്റെയും അമ്മയ്ക്കും അമ്മച്ചിക്കും വേദന മാറുമോ? നമ്മൾ തത്വം ഭയങ്കരമായിട്ട് പറയുകയാണ്, ഭരണഘടന അങ്ങനെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ തന്നെ സ്ഥിരം പറയാറുള്ളത്, നമ്മളെല്ലാം അടിസ്ഥാനപരമായി മഹാത്മാഗാന്ധിയുടെ തത്വം പറഞ്ഞാൽ നമ്മുടെ നിമിഷ ഫാത്തിമയ്ക്കോ സോണിയ സെബാസ്റ്റിന്റെ അമ്മയ്ക്കോ വേദന മാറുമോ? ആ അമ്മ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. ബിന്ദു എന്ന് പറയുന്ന അമ്മ എത്രയോ കാലമായിട്ട് ഷീസ് റണ്ണിങ് ഫ്രം പില്ലർ ടു പോസ്റ്റ്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് മോളെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ആ അമ്മയ്ക്കുണ്ടായ ഉൾവേദന മനോഹരമായ വാക്കുകൾ കൊണ്ട് നമുക്ക് മറച്ചു വെക്കാൻ കഴിയില്ല. അപ്പൊ ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ട്, അതിനെ നമുക്ക് തടയണം. ഒരു വരി കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇത് ഇന്നും ഇന്നലെയല്ല, എന്നും ഉണ്ടായിരുന്നു. പലർക്കും പക്ഷെ അറിയുമ്പോൾ ഞെട്ടലുണ്ടാവും. സാക്ഷാൽ മഹാത്മാഗാന്ധിയുടെ മകനായ ഹരിലാലിനെ അന്ന് നിർബന്ധിത മതപരിവർത്തനം വഴി ഹരിലാൽ അബ്ദുള്ള ഗാന്ധിയാക്കി മാറ്റുകയും പിന്നീട് അദ്ദേഹം തിരിച്ചു വരികയും ചെയ്തതാണ്. ഇതിനെ ഏറ്റവും എതിർത്തത് മൗലാന അബുൽ കലാം ആസാദിനെ പോലുള്ള രാജ്യസ്നേഹികളായ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളാണ്. സാക്ഷാൽ മഹാത്മാഗാന്ധിയുടെ മകനെ പോലും അന്നത്തെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അബ്ദുള്ള ഗാന്ധിയാക്കി മാറ്റുകയും നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ പിന്നോട്ടടിക്കാനും ഹിന്ദു മുസ്ലിങ്ങളെ പരസ്പരം സംഘർഷത്തിൽ നയിക്കാൻ നോക്കിയതാണ്. അന്ന് മഹാത്മാഗാന്ധി ടൈംസ് ഓഫ് ഇന്ത്യക്ക് എഴുതിയ ഒരു എഴുത്ത് കൃത്യമായി ഇന്നും അവൈലബിൾ ആണ്. അതിൽ മഹാത്മാഗാന്ധി പറയുന്നുണ്ട്, സാക്ഷാൽ രാഷ്ട്രപിതാവ് ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി വെടിയേറ്റ് മരിച്ച മഹാത്മാഗാന്ധി പറയുന്നുണ്ട്, എന്റെ മകൻ ആത്മീയമായി പോയെങ്കിൽ എനിക്ക് പ്രശ്നമില്ല, പക്ഷേ ആത്മീയമല്ല, ഇതിന്റെ പിന്നിൽ ഭൗതികപരമായ പല മോട്ടിവേഷൻസും ആണോ എന്ന് കരുതേണ്ടിയിരിക്കുന്നു. അപ്പൊ മഹാത്മാഗാന്ധിയുടെ മകനായ ഹരിലാൽ അബ്ദുള്ള ഗാന്ധിയെ മതം മാറ്റാൻ പറ്റുമെങ്കിൽ നമ്മുടെ പാവപ്പെട്ട പിള്ളേരെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ആ ഇസ്ലാമിസ്റ്റുകൾ വളരെ ന്യൂനമാണ്, തീവ്ര വഹാബികൾ ന്യൂനമാണ്. അവരെ ഒരുമിച്ച് നിന്ന് എതിർക്കണം. അതുകൊണ്ട് ഈ വിഷയങ്ങൾ കാര്യമായി സംസാരിച്ച് ഇതിനെ അഡ്രസ് ചെയ്ത് മുമ്പോട്ട് പോകണം.